പാലക്കാട് ഡിപ്പോയിലാണ് നിർത്തിയിട്ട KSRTC ബസ് കള്ളൻ കൊണ്ടുപോയത്. പുലർച്ചെ 5 മണിയോടെയാണ് ബസ് കാണാതാവുന്നത്. വൃത്തിയാക്കാനെത്തിച്ച ബസ്സാണ് കള്ളൻ കൈക്കലാക്കിയത്. നിരവധി മതിലുകളിലും കടകളിലുമൊക്കെ ഇടിച്ച ബസ്സിന്റെ വലതുവശമൊക്കെ തകർന്ന നിലയിലാണുള്ളത്. കള്ളനെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇക്ബാൽ അറക്കൽ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഇക്ബാൽ, ഒരു KSRTC ബസ്സൊക്കെ അപ്പാടെ അടിച്ചുകൊണ്ട് പോകാന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. ഈ ബസ് കൊണ്ടുപോയതുകൊണ്ട് ഇയാൾ എന്താണ് ഉദ്ദേശിച്ചത്? എന്തിനായിരുന്നു ഇയാൾക്ക് ഈ ബസ്? മറച്ചു വയ്ക്കാനാണോ, മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണോ? അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ബസ് അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഈ കള്ളന്റെ മിടുക്കാണോ അതോ ഈ KSRTC ബസ് ജീവനക്കാരുടെ വീഴ്ചയാണോ? ഷിഹാസ്, തീർച്ചയായും ഒരു വ്യക്തിയുടെ മാത്രം മിടുക്കുകൊണ്ട് ഇങ്ങനെ പാലക്കാട് ഡിപ്പോ പോലെ എപ്പോഴും തിരക്കുള്ളൊരു ഡിപ്പോയിൽ നിന്നൊരു ബസ് മോഷ്ടിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല. തീർച്ചയായും അത് KSRTCയിലെ ജീവനക്കാരുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ പിഴവ് തന്നെ ഈ മോഷണത്തിന് വഴിവെച്ചു എന്ന് വേണം പറയാൻ. കാരണം സുരക്ഷ ഒട്ടും ഇല്ലാത്ത ഒരു മേഖല ആയതുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു മോഷണം പാലക്കാട് നഗരത്തിൽ നടന്നത്. ഇന്ന് പുലർച്ചെ ഏകദേശം 2:50 പാലക്കാട് ഡിപ്പോയിലെ ഈ യാർഡിൽ നിന്നും ഈ ഓർഡിനറി ബസ് മോഷണം പോകുന്നത്. ബസ് നേരെ ഈ യാർഡിന് സമീപത്തുകൂടെ അമിത വേഗതയിൽ പോകുന്നത് കാണുമ്പോഴാണ് ജീവനക്കാർ ബസ് ആരോ കൊണ്ടുപോകുന്നത് തന്നെ അറിയുന്നത്. പിന്നാലെ ബസ്സിന് പുറകെ പോകുമ്പോഴേക്കും ബസ് എത്തേണ്ട ഭാഗത്തേക്ക് എത്തിയിരുന്നു. പിന്നീട് പോലീസിലെല്ലാം വിവരം അറിയിച്ച് 2 മണിക്കൂറാണ് ഈ KSRTCയിലെ ജീവനക്കാരും പോലീസും ചേർന്ന് ഈ KSRTC ബസ്സിന് വേണ്ടി പാലക്കാട് ഉടനീളം ഓടി നടന്ന് തിരഞ്ഞത്. പക്ഷെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഒടുവിൽ ഏകദേശം 5 മണി കഴിഞ്ഞപ്പോഴാണ് പാലക്കാട് മംഗളം ടവറിന് സമീപത്ത് മറ്റു സ്വകാര്യ ബസ്സുകളെല്ലാം നിർത്തുന്നതിന് സമീപത്തായി ഈ KSRTC ബസ് നിർത്തിയതായി കണ്ടെത്തുന്നത്. അപ്പോഴേക്കും ഈ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള അബൂബക്കർ റോഡിലുള്ള പല കടകളും മതിലുകളും എല്ലാം ഈ KSRTC ബസ് ഉപയോഗിച്ച് ഈ മോഷ്ടാവ് ഇടിച്ച് തകർത്തിരുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു മോഷണം തന്നെയാണ് പാലക്കാട് നടന്നിട്ടുള്ളത്. ആരാണ് ഈ മോഷണം നടത്തിയത് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസും ഉള്ളത്. പോലീസ് നിലവിൽ ഈ ജീവനക്കാർ നൽകിയ പരാതിയുടെയും മൊഴിയുടെയും എല്ലാം അടിസ്ഥാനത്തിൽ പാലക്കാട് KSRTC ഡിപ്പോ മുതൽ ഈ അബൂബക്കർ റോഡിലൂടെയും പാലക്കാട് നഗരത്തിലെ പല മേഖലയിലൂടെയും ഈ മംഗളം ടവറിന് സമീപത്തെല്ലാം പരിശോധനയും അന്വേഷണം തുടരുകയാണ്. പല ഭാഗത്തും നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് സംഘം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ മോഷ്ടാവിനെ കണ്ടെത്തണം എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. ഏതായാലും നിലവിൽ പോലീസിനൊപ്പം തന്നെ KSRTCയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ ഷിയാസ് ചോദിച്ചതുപോലെ തന്നെ ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള പിഴവ് ഇതിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ് KSRTCയും ഇപ്പോൾ നടത്തിക്കൊണ്ടുവരുന്നത്. വലിയ രീതിയിൽ പാലക്കാട്ടുകാർക്ക് മുഴുവൻ വലിയ രീതിയിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു മോഷണമാണ് ഇന്ന് KSRTCയിൽ നടന്നിട്ടുള്ളത്. ഒരു ബസ്, അതും സർക്കാരിന്റെ നിരവധി ജീവനക്കാർ നോക്കി നിൽക്കുകയാണ്. ഒരു സർക്കാർ മുതൽ ഒരു വ്യക്തി വന്ന് ഇത്തരത്തിൽ ഒരു അജ്ഞാതനെത്തി മോഷ്ടിച്ച് കൊണ്ടുപോയിരിക്കുന്നത്. അത് വളരെ ഗൗരവത്തോടു കൂടി കണ്ട് വലിയ രീതിയിൽ അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് ഈ പ്രതിയെ പിടികൂടാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു, KSRTC കടന്നിരിക്കുന്നു. ശരി ഇക്ബാൽ, അപ്പോൾ ഈ ആനക്കള്ളനെ, ഈ പെരുങ്കള്ളനെ എത്രയും വേഗം പിടികൂടട്ടെ.